ഇപ്പോൾ നമുക്ക് വെഞ്ഞാറമൂട്ടിലേക്ക് ഒന്ന് പോകാം. വെഞ്ഞാറമൂട്ടിൽ ഇപ്പോൾ ചുറ്റിക വാങ്ങിയ കടയിലാണ് അഫാനെ എത്തിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അഫാനെ ചുറ്റിക വാങ്ങിയ കടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അഷിൻ ഡിയാഗോ ഉണ്ട്. അഫാൻ ഇപ്പോൾ ആ കടയിലാണുള്ളതല്ലേ അഷിൻ? നേരത്തെ ഈ കടയിൽ നമ്മൾ എത്തിയ സമയത്ത് കടക്കാർ കൃത്യമായിട്ടൊന്നും വിവരവും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ ചുറ്റിക വാങ്ങിയ സമയത്ത്, അതായത് ഉമ്മയെ കൊല്ലാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് വാപ്പുമ്മയെ കൊല്ലാൻ പോകുന്നതിന് മുൻപാണ് ഈ കടയിൽ കയറി ചുറ്റിക വാങ്ങിയത്. ആ കടയിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അല്ലേ? വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കടയാണോ അഷിൻ? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അഫാൻ പേരുമലയിലെ വീട്ടിൽ അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ചുറ്റിക വാങ്ങിയ കടയിൽ ആണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പമുണ്ട്. നാട്ടുകാരൊക്കെ അവിടെയുണ്ട്. ആ ഭാഗത്ത് അഫാനെ തെളിവെടുക്കാനായിട്ട് ആ കടയിൽ കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്നാണ് ചുറ്റിക വാങ്ങുന്നത്. ഇവിടെ നിന്ന് ചുറ്റിക വാങ്ങിയാണ് ബൈക്കിൽ കയറി പോകുന്നത്. അതിനു മുൻപ് മദ്യപിച്ചു. അതിനുശേഷം വാപ്പയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് പാങ്ങോട് വെച്ച് അവരെ ആദ്യം കൊല്ലുന്നത്. അതിനുശേഷമാണ് തിരികെ വന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അനുജനെയും ഒപ്പം പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നതും. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യം, കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം. വെഞ്ഞാറമൂട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അഷിനുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. അഷിൻ, ഈ കടയിൽ നിന്നാണ് അയാൾ ഈ ചുറ്റിക വാങ്ങി കൊലപാതകത്തിന് പോയത് അല്ലേ? ആണ്ടവൻ ഹാർഡ്വെയർസ്. അരുൺ, അത് തന്നെയാണ്. ഈ കടയിൽ നിന്നാണ് ഈ കൊലപാതകങ്ങൾ അത്രയും നടത്താനുള്ള ചുറ്റിക അഫാൻ വാങ്ങിയത്. നേരത്തെ 2 പോലീസും ഇവിടെ എത്തി ഈ തെളിവെടുപ്പ് നടത്തിയതാണ്. ഏറ്റവും ഒടുവിലാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് അഫാനെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. നേരത്തെ പേരുമലയിലെ വീട്ടിലെത്തിച്ചാണ് പോലീസ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. അവിടെ നിന്നും നേരെ ഈ വാപ്പുമ്മയുടെ മാല പണയം വയ്ക്കാനായി എത്തിച്ച കടയിലും സ്ഥാപനത്തിലും പോലീസ് തെളിവെടുപ്പിനായി എത്തിയിരുന്നു. അതിനുശേഷം ഈ ചുറ്റിക വാങ്ങിയ ബാഗ് വാങ്ങി ചുറ്റിക ഒളിപ്പിക്കാൻ ഉപയോഗിച്ച് ബാഗ് വാങ്ങിയ കടയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചുറ്റിക വാങ്ങിക്കാൻ എത്തിയ കടയിലേക്ക് അഫാനെ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ഈ തെളിവെടുപ്പിന് ശേഷം പുറത്തേക്ക് ഇറക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്കായി ജീവനക്കാർ ഇവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അഫാനെ. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അഫാൻ തന്നെയാണ് ഇവിടെ എത്തി ഈ കടകളിലൊക്കെ എത്തി ചുറ്റിക വാങ്ങിയത് എന്ന് ഈ ജീവനക്കാർ വീണ്ടും പോലീസിന് മൊഴി നൽകുകയാണ്. അത് ഉറപ്പിക്കുകയാണ്. ഇനി മറ്റിടങ്ങളിലേക്ക് കൂടി അഫാനെ എത്തിക്കേണ്ടതുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ എത്രയും വേഗം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. രാവിലെ 9 മണിയോടുകൂടിയാണ് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യം സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ തെളിവെടുപ്പ് ആരംഭിച്ചത്. അതിനുശേഷം മാല പണയം വയ്ക്കാൻ എത്തിച്ച കടയിലെത്തിച്ചു. അവിടെ നിന്നും ഈ ബാഗ് വാങ്ങിയ കട, പിന്നീട് ഈ കൊലപാതകങ്ങൾക്ക് അത്രയും നടത്തിയ ഈ നിർണായകമായ ചുറ്റിക വാങ്ങിയ കടയിലെത്തിച്ചും പോലീസ് തെളിവെടുപ്പ് നടത്തി ഇപ്പോൾ മടങ്ങുകയാണ്. അരുൺ, ഓക്കെ. ഇപ്പോൾ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്ന് ചുറ്റിക വാങ്ങിയ കടയിൽ നിന്ന് അഫാനെയും കുട്ടി പോലീസ് മടങ്ങുകയാണ്. പേരുമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതോടുകൂടി അഷിൻ എല്ലാ തെളിവെടുപ്പും പൂർത്തിയായിരിക്കുന്നു അല്ലേ? ഡോക്ടർ, തെളിവെടുപ്പ് വിശദമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. 3 പോലീസ് സ്റ്റേഷനിലെ സർക്കിളുകളാണ്, CIമാരാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ആര്യനാട്, വെഞ്ഞാറമൂട്, പാങ്ങോട് 3 സ്റ്റേഷനുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. കാരണം ഇപ്പോഴും ഇതിൽ സംശയങ്ങൾ നിൽക്കുന്നത് മറ്റെന്തെങ്കിലും കാരണം ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ അമ്മയുടെ മൊഴി, അമ്മ ഇപ്പോഴും ആ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്ന മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിന് പക്ഷേ ഈ ബാക്കി കാര്യങ്ങൾ, അതായത് മറ്റെന്തെങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലാതെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടായിരുന്നോ, എന്തായിരുന്നു അഫാന്റെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ അരും കൊലകൾക്ക് കാരണം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ പോലീസിന് ഇനിയും സമയം ആവശ്യമായി വരുന്നുണ്ട്. ഈ അഫാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോലീസിന് മൊഴി മാറ്റി നൽകുന്നതും തലവേദനയാകുന്നുണ്ട്. കാരണം ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ വിഭിന്നമായി 3 പോലീസ് ഈ SHOമാർക്കും പല രീതിയിലുള്ള മൊഴികളാണ് അഫാൻ നൽകിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഈ ചോദ്യം ചെയ്യൽ ഘട്ടത്തിൽ
ഒരിക്കൽ പോലും അഫാൻ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണ് എന്ന് തിരിച്ചറിയുകയോ ഒരിറ്റ് കണ്ണീർ വാർക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെളിവെടുപ്പ് ഘട്ടത്തിലും ഇവിടെ എത്തിക്കുമ്പോൾ പോലും ഈ ആളുകളൊക്കെ വളരെ വികാരമായാണ് ദേശത്തോടു കൂടിയാണ് ഈ അഫാനോട് സമീപിക്കുന്നത്. പക്ഷെ അപ്പോഴും കാമായി തന്നെ അഫാൻ ഇതിനെയൊക്കെ നേരിടുന്നു. തനിക്ക് യാതൊരു കൂസലുമില്ലാത്ത രീതിയിലാണ് അഫാൻ തെളിവെടുപ്പിന് എത്തിക്കുമ്പോഴൊക്കെ പോലീസിലൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. അതിവേഗം തന്നെ തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനു മുമ്പ് അഫാനുമായി വിശദമായി ചോദ്യം ചെയ്യലിന്റെ ആവശ്യം ഒന്നുകൂടിയുണ്ട്. കാരണം വെഞ്ഞാറമൂട് പോലീസിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അഫാനെ ലഭിച്ചിട്ടുള്ളത്. അഷിൻഡിയാഗോയാണ് നമുക്കൊപ്പം ചേർന്നത്. വെഞ്ഞാറമൂട് കടയിലും എത്തിച്ചിപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതോടുകൂടി 3 സ്റ്റേഷൻ പരിധിയിലുമുള്ള തെളിവെടുപ്പ് പൂർത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സമയം